ചിക്കൻ മപ്പാസ് സോഫ്റ്റ് എന്നൊക്കെ ഇതിന് പറയും. അപാര രുചിയാണ്. ഞങ്ങളുടെ തിരുവനന്തപുരംകാരനായിട്ടുള്ള മുജീബ് അങ്ങ് ഖത്തർ ഗ്യാസിൽ നിന്ന് ഓടി വന്ന് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാണ്. അതിന്റെ മസാലയുടെ രീതികൾ പറഞ്ഞുതരാം. പറയൂ. ഉപ്പ് ഇതില് ഇത് വെളിയിൽ പറഞ്ഞു വേറെ വെളിയിൽ കൊടുക്കുന്ന പൈസ വേണമെന്ന് പറയും. ഉപ്പ് തന്നെയല്ലേ? ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ മസാല, അതായത് വലിയ ജീരകം, പിന്നെ കരിവേപ്പില, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിന് ശേഷം ഇതിങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഇതാക്കി, ഇത് ചെറിയ ഫ്ലെയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു ഇത് വയറിനൊക്കെ നല്ലത്. അതിപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിന് കുറച്ച് കരിവേപ്പില കൂടെ ആഡ് ചെയ്യാനുണ്ട്. കരിവേപ്പില കൂടെ ഉണ്ട്, തരാം. ഇതിപ്പോൾ നമ്മൾ ഉപ്പ് ലാസ്റ്റിലേ ഇടാവും. കാര്യം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് കൂടാൻ പാടില്ല. ഉപ്പ് ഏറ്റവും അവസാനം കുറച്ച് ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കൂടിയ രണ്ട് ഫുള്ള് വേണമെന്നേ ഉള്ളൂ. അത് അടിച്ചിട്ട് പിന്നെ അതെ അറിയില്ല. ഓക്കെ, ഉപ്പുണ്ടോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഉപ്പുണ്ട്. സാറിന്റെ കണക്കിനുള്ള ഉപ്പ് ഞാൻ കുറച്ചിട്ടാ മതി ഉപ്പ്. അതിനിപ്പോൾ സാറൊന്ന് നോക്കിയോ. ഇതിനകത്ത് ഈ പെരട്ടി പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. സാറൊന്ന് നോക്കി ഉപ്പ്. അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഉപ്പ് കറക്റ്റാണ്. ചുമന്ന ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ഒരു 4-5 പീസ് കൂടി ഇതിൻ്റെ അത് ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. വേണ്ട, ഉപ്പ് കറക്റ്റാ. ഇപ്പം ഒന്ന് ഇരുന്ന് പിടിച്ചു കഴിഞ്ഞ് നമുക്ക് അവസാനം വേണേ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേ കരിവേപ്പില നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ്. ഖത്തറിലെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. നല്ല സ്മെല്ലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എടുത്ത് വെച്ച് എണ്ണയൊന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. അതെ, എണ്ണയൊന്നും വേണ്ട. അങ്ങനെ സ്ലോ കുക്കിംഗ് പ്രോസസ്സാണിത്. തള്ളയെ കൊള്ളാം. നല്ല അടിപൊളി നാടൻ ചമ്മന്തി, നല്ല തട്ടുദോശ, കൊല്ലം ബിസ്മിയിൽ കിട്ടുന്ന അതേ ദോശ, പിന്നെ നമ്മുടെ ചിക്കൻ മപ്പാസ് സോഫ്റ്റ്. നമ്മൾ ആ പറഞ്ഞ മസാല ഇട്ടുണ്ടാക്കിയ ചിക്കനാണ്. സൂപ്പർ സോഫ്റ്റ് ആയിട്ട് അടിപൊളി. ഇത് പുള്ളിയുടെ തന്നെ സ്പെഷ്യൽ ചമ്മന്തിയാണ് വിത്ത് സ്പെഷ്യൽ ദോശ. ദോശയുടെ ബ്രൗൺ കളർ കണ്ടില്ല, നല്ല സോഫ്റ്റ് ദോശ. ബിസ്മിയുടെ മരുമോനാണ്, അതാണ് ഇത്ര പെർഫെക്ഷൻ. ഓക്കെ, താങ്ക് യു.